ഹലോ എവ്രി വൺ. നമ്മൾ കുറേ കാലമായില്ലേ ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട്. അപ്പം ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ആൻഡ് കുറേ കാലത്തിന് ശേഷം എൻ്റെ ഒരു എന്താ പറയുക റോ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറേ കാലത്തിന് ശേഷം എൻ്റെ ഒരു മെഡിക്കൽ ലൈഫിൻ്റെ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ജേർണിയിലെ ഒരു ലൈഫ് അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറേ ആയി സംസാരിച്ചിട്ടെന്ന് അറിയാം. ഫൈനൽ ഇയർ ആയതിനു ശേഷം വീഡിയോ എടുക്കാനാണെങ്കിലും എഡിറ്റ് ചെയ്യാനാണെങ്കിലും പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ കോളേജിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ആ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ ടൈം അധികം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആവുന്നത്, ഡിലേ ആവുന്നത്. ഞാൻ നിങ്ങളെ മെസ്സേജസ് എല്ലാം കാണുന്നുണ്ട്, കമൻറ്റ്സ് എല്ലാം കാണുന്നുണ്ട്. എല്ലാത്തിനും എനിക്ക് റിപ്ലൈ തരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ ഓരോ ടൈമിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് ലേറ്റായി പോകുന്നത്. പിന്നെ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഐപാഡിലും സ്റ്റോറേജ് തീർന്നു, ഫോണിലും സ്റ്റോറേജ് തീർന്നു. പിന്നെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാനും ഭയങ്കര മടിയായി തുടങ്ങി കേട്ടോ. പിന്നെ ഉള്ളത് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞത് 12:36 ആയിട്ടുണ്ട്, 12:30 ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നാളെ ഹോളിഡേ ആയതുകൊണ്ട് ഞാൻ ഇന്ന് വെറുതെ ഒന്ന് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീട്ടിൽ വന്ന സമയത്താണ് എനിക്കൊന്ന് റെക്കോർഡ് ചെയ്യാൻ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ഒക്കെ മനസ്സിലാവും, പണ്ട് മുതലേ എൻ്റെ വീടാണിത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ റൂമാണ്. അപ്പോൾ അവിടെ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. രാത്രി 12:30 ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ലൈഫ് അപ്ഡേറ്റ് തരണം, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി കുറച്ച് കാലമായിട്ട് ചിലപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇട്ട് ചിലപ്പോൾ നിങ്ങളിന് കണ്ടുന്നേ വരില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളാണ് ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടും ഇവിടെ എത്തിച്ചതൊക്കെ. എൻ്റെ ലൈഫ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ജനുവരിയിലായിരുന്നു എനിക്ക് തേർഡ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് കാലം വെക്കേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഫെബ്രുവരിയിലാണ് എൻ്റെ ഫൈനൽ ഇയറിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫൈനൽ ഇയർ ക്ലാസ് ഒരു ഫെബ്രുവരി 15-നാണ് തോന്നുന്നു ഫൈനൽ ഇയർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന്. എൻ്റെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് 11 സബ്ജക്റ്റ് ഉണ്ടെന്ന് ഞാൻ മുന്നേ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവല്ലോ. അപ്പം 11 സബ്ജക്ട്സ് ആണത്. മെഡിസിൻ, സർജറി, OBG, പിന്നെ പീഡിയാട്രിക്സ്, ഒഫ്താലി, ENT, ഓർത്തോ, ഡെർമറ്റ്, സൈക്കാട്രി, റേഡിയോളജി. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിട്ടുണ്ടോ, അനസ്തീഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 11 സബ്ജക്റ്റ് നമുക്കുണ്ട്. അപ്പോൾ ഈ 11 സബ്ജക്റ്റും ഇതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു 4-5 എക്സാം 6 എക്സാമൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൽ നമുക്ക് ഫൈനൽ ഇയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മേജർ പോസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ A ബാച്ചാണ്, ലൈക്ക് അഫ്ര എന്നുള്ള പേരുള്ളതുകൊണ്ട് A ബാച്ച് ആയതുകൊണ്ട് ഫസ്റ്റ് പോസ്റ്റിങ്ങിലാണ് ഞാൻ വരിക. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് മെഡിസിൻ ആയിരുന്നു. മെഡിസിൻ എനിക്ക് ഓൾമോസ്റ്റ് 40 days ആണ് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മെഡിസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഒരു 40 days അടുപ്പിച്ച് പോസ്റ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വാർഡ് പോകുന്നു, OT ഒന്നുമില്ല. അപ്പോൾ വാർഡ് പോകുന്നു, കേസ് എടുക്കുന്നു, കേസ് പ്രസൻറ്റ് ചെയ്യുന്നു, സെമിനാർ പ്രസൻറ്റ് ചെയ്യുന്നു, ഇങ്ങനൊരു സൈക്കിളായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇത്രയും കാലം നമ്മൾ പോസ്റ്റിങ്ങിനൊക്കെ പോയോണ്ടിരുന്ന സമയത്ത് എക്സാം ആവുന്ന സമയത്ത് മാത്രമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് കേസ് പ്രസൻറ്റേഷൻ്റെ സമയമാണെങ്കിലും അല്ലെങ്കിൽ സെമിനാർ പ്രസൻറ്റേഷൻ്റെ സമയമാണെങ്കിലും ഒക്കെ നമുക്ക് കുറച്ചെങ്കിലും വിവരം വേണം ആൻസർ പറയാൻ വേണ്ടിയിട്ട്. നമ്മളോട് എന്തായാലും ചോദ്യം ചോദിക്കും. പിന്നെ എനിക്ക് പണ്ടേ മെഡിസിൻ എക്സാമിനോട് കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ മെഡിസിൻ പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് ലാസ്റ്റ് എൻഡ് പോസ്റ്റിംഗ് ആകുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന പേഷ്യൻറ്റിന് എന്ത് അസുഖം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പേഷ്യൻ്റ് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു അസുഖം മാത്രമല്ലായിരിക്കും ഉണ്ടാവുക, കുറേ അസുഖങ്ങളുണ്ടാവും. അപ്പോൾ ആ അസുഖങ്ങളൊക്കെ എന്താണ് കേസ് ഹിസ്റ്ററിയിലൂടെയും എക്സാമിനേഷനിലൂടെ കണ്ടുപിടിക്കണം. ഫൈനൽ ഇയർ ആയി ഈ വർഷത്തെ ഫൈനൽ എക്സാം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡോക്ടറായിട്ട് ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇൻറ്റേൺഷിപ്പൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാവാൻ തുടങ്ങി. മെഡിസിൻ പഠിക്കണമല്ലോ, ഇത്രയും കാലത്തെ പോലെയല്ല, നമ്മൾ തലേന്ന് എക്സാമിന് പഠിച്ചിട്ട് പിറ്റേന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ മെഡിസിൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ മെഡിസിനൊക്കെ പഠിക്കാൻ തുടങ്ങിയ സമയത്താണ് കുറച്ചും കൂടെ പഠിത്തത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. എന്ന് വെച്ചാൽ ഞാൻ റീൽ ഉണ്ടാക്കുന്നത് കുറഞ്ഞു, പിന്നെ റീലിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറഞ്ഞു. ഈവൻ യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ ഭയങ്കര കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ എന്താണ് നീറ്റിനെ കുറിച്ചുള്ള സ്ട്രാറ്റജി വീഡിയോസ് ആണെങ്കിലും വ്ളോഗ്സ് ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായില്ല, കാരണം അതിനുള്ള സമയം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഒരു 40 days ഇങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ ടോപ്പിക്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു തുടങ്ങി കേട്ടോ. സത്യം പറഞ്ഞ ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ വെച്ച് നോക്കുന്ന സമയത്ത് ഫോർത്ത് ഇയർ എത്തിയപ്പോൾ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ശരിക്കും വന്നു. അങ്ങനെ മെഡിസിൻ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പഠിച്ചു. അത്യാവശ്യം എനിക്ക് മെഡിസിൻ പ്രാക്ടിക്കൽ നല്ലതായിരുന്നു കേട്ടോ. ഞാനുള്ള പറയാമല്ലോ, ഞാൻ പഠിച്ചതിനുള്ളത് എനിക്ക് അവിടെ പോയിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ഫോർ ദാറ്റ്. കാരണം പഠിച്ചതിന് നമ്മൾ ഒരു റിസൾട്ട് ഉണ്ടായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സർജറി ആയിരുന്നു. സർജറി പോസ്റ്റിങ്ങിൽ നമുക്ക് വാർഡ് ഉണ്ടാവും, പിന്നെ ഒരു മൈനർ OT, മേജർ OT, OP, ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പം മെഡിസിനിൽ OPയും ബാക്കിയുള്ള ദിവസമൊക്കെ വാർഡായിരുന്നു. പക്ഷെ സർജറിയിലാവുന്ന സമയത്ത് ഒരു മൈനർ, മേജർ, പിന്നെ ഒരു OP ഉണ്ടായിരുന്നു, ബാക്കിയുള്ളത് വാർഡ്.
അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ എടുത്ത് പറയേണ്ട എൻ്റെ ഫേവറേറ്റ് സർ സുബൈർ സർ ആയിരുന്നു ഞങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളെ മെൻറ്റർ ചെയ്തതാണെങ്കിലും ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അക്കാഡമിക്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, അല്ലാതെ നമുക്ക് കുറച്ചുണ്ടാവേണ്ട കോമൺ സെൻസുള്ള കാര്യങ്ങളുണ്ടല്ലോ. കുറേ കാലമായിട്ട് നമ്മൾ ഈ മെഡിസിൻ പഠിക്കുന്ന സമയത്തുള്ള കോമൺ സെൻസോട് നമുക്ക് പോവുക ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നമുക്ക് ഇൻപുട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർജറി ഒക്കെ പഠിച്ചു. പക്ഷെ ഓരോന്നും ഇങ്ങനെ പഠിക്കുന്നുണ്ട്. സർജറി പഠിക്കുന്ന സമയത്ത് മെഡിസിൻ അപ്പുറത്തുനിന്ന് പോകാനും തുടങ്ങി കേട്ടോ. ഫൈനൽ ഇയറിൻ്റെ പ്രത്യേകത ഒന്ന് പഠിക്കുമ്പോൾ ഒന്ന് പോവും. അപ്പോൾ അങ്ങനെ സർജറി ഇങ്ങനെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് മെഡിസിൻ ഇങ്ങനെ ഓരോന്നോരോന്ന് വിട്ടു പോകാൻ തുടങ്ങി. പിന്നെ മെഡിസിനിൽ നമുക്ക് ഡിഫറെൻറ്റ് കേസുകളായിരിക്കും. തൈറോയിഡ് കേസ് ഉണ്ടാവും, ബ്രസ്റ്റ് കേസ് ഉണ്ടാവും, പിന്നെ ടെസ്റ്റസിൻ്റെ ഓരോ മറ്റേ ഹൈഡ്രോസീൽ കേസ് ഉണ്ടാവും. അങ്ങനെ കുറേ കേസുകളുണ്ടാവും. അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്ഡോമനിൽ കുറേ കേസ് പഠിക്കുന്നു. അങ്ങനെ ഇതെല്ലാം നമ്മൾ കേസ് പ്രസൻറ്റേഷൻ വഴിയും റിസർച്ച് വഴി അല്ലെങ്കിൽ സെമിനാർ പ്രസൻറ്റേഷനൊക്കെ വഴി ഓരോന്നോരോന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ സർജറിയും ഒരു 40 days നമുക്കുണ്ടായിരുന്നു. സർജറിയും തീർന്നു. അടുത്തതാണ് വന്നത് ആര്? ഒ ബി ജി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കുറച്ച് 2 ആഴ്ച നമുക്ക് ഗൈനക്കോളജി പോസ്റ്റിംഗ് ഉണ്ടാവും. എന്ന് വെച്ചാൽ വാർഡിലും ഒ പിയിലായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടുന്ന് കേസ് ഹിസ്റ്ററി എടുക്കും, എക്സാമിനേഷനൊക്കെ ചെയ്യും. ഇറ്റ്സ് ഫൈൻ. അതിനുശേഷം നമുക്കൊരു എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു 21 ദിവസത്തെ എല്ലാവരും പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ ലേബർ റൂം പോസ്റ്റിംഗ്. ഈ ലേബർ റൂം പോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡോക്ടർ ആവാൻ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കും. ബ്ലഡ് എടുക്കാൻ പഠിക്കും. പിന്നെ ബ്ലഡ് പ്രഷർ നമ്മൾ സ്ഥിരമായിട്ട് നോക്കി ഞാനൊക്കെ പ്രോ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഇയറിൽ കയറിയ സമയത്ത് ബ്ലഡ് പ്രഷർ എടുക്കാമെന്ന് പറയുന്നത് എനിക്ക് ടെൻഷനുള്ള കാര്യമായിരുന്നു. കാരണം എനിക്ക് നമ്മൾ ആ സ്റ്റെത്ത് വെച്ച് നോക്കുന്ന സമയത്ത് കുറേ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫൈനൽ ഇയർ ആയ സമയത്ത് ഈവൻ മെഡിസിൻ പോസ്റ്റിങ്ങിന് പോലും ഞാൻ കുറേ ആൾക്കാർ ബ്ലഡ് പ്രഷർ നോക്കി, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ ഉള്ള പേഷ്യൻ്റ് ഇല്ലാത്ത പേഷ്യൻറ്റിനൊക്കെ നോക്കി. അപ്പം അങ്ങനെ നോക്കി ശീലമായി. അപ്പോൾ ഒ ബി ജി കയറിയ സമയത്ത് നമുക്ക് റൗണ്ട്സിന് വരുന്നതിന് മുന്നേ നമ്മൾ വൈറ്റൽസ് ഒക്കെ എടുക്കണമെങ്കിലും വൈറ്റൽസ് എന്നാൽ BP, പിന്നെ നമ്മൾ പൾസ് റേറ്റ് നോക്കും, റെസ്പിറേറ്ററി റേറ്റ് നോക്കും, GRPS നോക്കും, ബ്ലഡ് ഷുഗർ ഒക്കെ നോക്കും. അപ്പോൾ അതൊക്കെ നോക്കുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് നമുക്കത് ശീലമായി. എനിക്ക് BP നോക്കി പേഷ്യൻസിന് BP നോക്കി ശീലമായി. അപ്പം നമുക്ക് അത് റെഡിയായി. പിന്നെ നമുക്ക് അവിടെ ഉണ്ടെന്ന് ബ്ലഡ് എടുക്കാൻ നമ്മൾ പഠിച്ചു. പിന്നെ ബ്ലഡ് ഷുഗർ നോക്കാൻ വേണ്ടി പഠിച്ചു. അങ്ങനെ ഓരോന്ന് ഡെലിവറി അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഡെലിവറി എടുക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടായില്ല. കാരണം ഞാൻ ആ സ്റ്റേജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് അങ്ങനെ എടുക്കാനുള്ള ഒരു ഈസി ഡെലിവറി ഉണ്ടായിരുന്നില്ല. കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസസ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സീനിയേഴ്സ് എന്നാണ് എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻസും ഉണ്ട്. അങ്ങനെ ഒ ബി ജിയിൽ കയറിയ സമയത്ത് ഒ ബി ജിൻ്റെ ആകെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് നമുക്ക് ലേബർ റൂം പോസ്റ്റിംഗ് വരുന്നത്. അത് ഡേയുമായിട്ട് നൈറ്റായിട്ട് ഡിവൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ 10 ദിവസം ഡേയും 11 ദിവസം നൈറ്റും. അങ്ങനെ 11 ദിവസം ഡേയും 10 ദിവസം നൈറ്റായിട്ട് 21 days ആവും. അപ്പോൾ എനിക്ക് 11 ദിവസം ഡേ ആയിരുന്നു കേട്ടോ. 11 ദിവസം ഡേ ആയ സമയത്ത് രാവിലെ 8 മണി മുതൽ നമുക്ക് കയറണം. രാവിലെ 8 മണിക്ക് നമ്മൾ പോയി കയറി അറ്റൻഡൻസ് എടുത്ത് വൈറ്റൽസ് ഒക്കെ നോക്കിയതിന് ശേഷം നമുക്കൊരു 9:30 ആവുന്ന സമയത്ത് ഒരു ക്ലാസ് ഉണ്ടാവും. പിന്നെ 9:30 മുതൽ ക്ലാസ് തുടങ്ങിയാൽ ഒരു 11 മണിയാകുമ്പോഴേക്ക് ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ലേബർ റൂമിൽ കയറും. എന്നിട്ടൊരു 12 to 12:31 ആകുമ്പോഴേക്ക് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ലഞ്ച് ബ്രേക്കിന് പോകും. 2 മണിക്ക് നമുക്ക് പിന്നെ തിയറി ക്ലാസ് ഉണ്ട്. 2 മണിക്ക് തിയറി ക്ലാസ്സിന് കയറി 4 മണി വരെ തിയറി ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ലേബർ റൂമിൽ കയറും. വൈകുന്നേരം ഒരു 6 മണി 6:30 ആവുന്ന സമയത്ത് ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 8 മണിയാകുമ്പോഴേക്ക് നമ്മൾ ലേബർ റൂമിൽ നിന്ന് ഇറങ്ങും. അതാണ് നമ്മൾ മെയിൻലി ഡേ ആകുമ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരുന്ന കാര്യം. അപ്പോൾ രാത്രി റൂമിൽ പോവുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. അത്ര സമയം ഉണ്ടാവുള്ളൂ. വേറെ ഒന്നും ആലോചിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഈവൻ എൻ്റെ ബുക്കിൽ എഴുതാൻ പോലും ഞാനൊരു ജേർണലിംഗ് പോലും ഇല്ലെങ്കിലും ഷെഡ്യൂൾ ചെയ്തിട്ടൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ ആ ലേബർ റൂമിൽ 21 ദിവസം ബ്ലാങ്ക്. കാരണം ഒന്നും എഴുതാൻ പറ്റില്ല, ഒന്നും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടെ ഇരുന്ന് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒ ബി ജി കുറച്ചും കൂടെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ആയ സമയത്ത് ലേബർ റൂമിൻ്റെ നൈറ്റ് ഷിഫ്റ്റ് ആയ സമയത്ത് എന്താ സംഭവിച്ചത് വെച്ചാൽ രാത്രി 8 മണിക്ക് മുതൽ ആ പോസ്റ്റിംഗ് തുടങ്ങാം. അപ്പോൾ രാത്രി 8 മണിക്ക് പോസ്റ്റിങ്ങിന് കയറും കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് വൈറ്റൽസ് ഒക്കെ നോക്കി ഒരു 12 വരെ നമ്മളവിടെ നിൽക്കും. ഇനിയിപ്പോൾ റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് വരുന്ന സമയത്ത് നമ്മൾ പേഷ്യൻ്റ് BP നോക്കി ഡയലറ്റേഷനൊക്കെ ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്ന സ്ഥലം. അപ്പോൾ ആ സ്ഥലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഷിഫ്റ്റ് എടുത്തിട്ടാണ് 12 മണിൻ്റെ ശേഷം നിൽക്കുക. നമ്മൾ 3 ആൾക്കാരാണ് ഒരു സ്ഥലത്തുണ്ടാവുക. അപ്പോൾ ഒരാൾ പോയി ഉറങ്ങും, ബാക്കി 2 ആൾക്കാർ അവിടെ ഷിഫ്റ്റ് എടുത്ത് നിൽക്കും. അങ്ങനെ ഷിഫ്റ്റ് എടുത്ത് ഉറങ്ങാൻ ചെയ്യാം. അങ്ങനെ സ്റ്റേജും റിസപ്ഷനൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഷിഫ്റ്റ് എടുത്ത് ഉറങ്ങും. അപ്പോൾ 12 കഴിഞ്ഞു. പിന്നെ രാവിലെ 8 മണി വരെ പോസ്റ്റിംഗാണ്. എന്ന് വെച്ചാൽ രാവിലെ 6 മണിയാകുമ്പോൾ നമുക്കൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യും. നമ്മൾ ഈ 15 ആൾക്കാർ മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവുക. അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം ഒരു 6:30 8 മണിയാകുമ്പോഴേക്കാണ് ആ ക്ലാസ് കഴിയുക. അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിൽ പോകും. എന്ന് നമ്മൾ പോയി ഒന്ന് കുളിച്ച് ഫ്രഷനായി നമ്മുടെ സ്ക്രബ്സൊക്കെ ഒന്ന് തിരുമ്പാനിട്ടതിന് ശേഷം ഒരു 9:30 ആവുന്ന സമയത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 9:30 ആവുന്ന സമയത്ത് വീണ്ടും ക്ലാസ്സിന് വരണം. 9:30 to 10:30 11 വരെ ക്ലാസ് ഉണ്ടാവും. വീണ്ടും ആ ക്ലാസ്സിന് വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഹോസ്റ്റലിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് 2 മണിക്ക് വീണ്ടും ക്ലാസ്സിന് വേണ്ടി കോളേജിൽ പോകണം. പിന്നെ 4 മണി വരെ ക്ലാസ്. അത് കഴിഞ്ഞ് വീണ്ടും ഹോസ്റ്റലിൽ പോയി. പിന്നെ ഒരു 5 6 7 ഒരു 8 മണിയാകുമ്പോൾ രാത്രി വീണ്ടും കയറണം.
ആദ്യത്തെ 2-3 ദിവസം ഐ വാസ് വെരി ഫൈൻ. എനിക്ക് ഓക്കെ പ്രശ്നമൊന്നുമില്ല, എല്ലാവരും സൂപ്പറാണ്, നമുക്ക് പണിയെടുക്കാൻ ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കേസ് എടുക്കാനാണെങ്കിലും ഈവൻ BP നോക്കാനും ബ്ലഡ് എടുക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. കാരണം നമ്മൾ അതിന് പ്രാക്ടീസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് വരികയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു 4 ദിവസമൊക്കെ കുഴപ്പമില്ലായിരുന്നു. 5-ാമത്തെ ദിവസമൊക്കെ ഉറക്കം അങ്ങ് കിട്ടാതായപ്പോൾ മനുഷ്യൻ്റെ സ്ഥിരത തെറ്റാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ മൊത്തം ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് 1-2 മണിക്കൂറൊക്കെ ഉറങ്ങാൻ കിട്ടുന്നുള്ളൂ. രാത്രി തുറക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഹോസ്പിറ്റലിലാണ് കിടന്നുറങ്ങണത്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നമുക്ക് റെസിഡൻസ് പോലത്തെ റൂമുണ്ട്, ആ റൂമിൻ്റെ ഉള്ളിലാണ് കിടന്നുറങ്ങണത്. അപ്പം നമുക്ക് ഉറക്കമൊന്നും ശരിയാവുന്നില്ല. ഫുൾ എന്തൊക്കെയോ ഒക്കെ ഒരു പ്രശ്നം. നമുക്ക് സ്ഥലം മാറി കിടക്കുന്നതാണെങ്കിലും പിന്നെ എപ്പോഴും നമ്മൾ സ്ക്രബ്സ് ഇട്ടൊക്കെ കിടക്കുന്ന, അപ്പം നമുക്കൊരു റെഡി ആവുന്നില്ല. ഒരു 5-ാമത്തെ ദിവസമൊക്കെ ആയ സമയത്ത് എനിക്ക് ഇതെങ്ങനെങ്കിലും തീർന്നു കിട്ടിയാൽ മതി. ലൈക്ക് ഉറക്കം റെഡി ആവാത്തതുകൊണ്ട്, മെയിനായിട്ട് ഉറക്കം റെഡി ആവാത്തതുകൊണ്ട്. അല്ലാതെ എനിക്ക് എല്ലാ കാര്യവും അവിടുത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു OBG. അത്രയും കാലം ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് OBG ഒരിക്കലും ഞാൻ എടുക്കൂല, OBG എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് വരുന്ന സമയത്താണ് ഈ ഉറക്കിൻ്റെ പ്രശ്നം വന്നത്. അതോടെ എനിക്ക് എൻ്റെ ചുറ്റുള്ള ആൾക്കാരോട് എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. മീൻസ് എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും എനിക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. എൻ്റെ വർക്കിൻ്റെ അവിടെ നിന്ന് എജുപോട്ടെന്നൊക്കെ വിളിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ദേഷ്യം പിടിക്കും. കാരണം നമ്മൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, രാവിലെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തി. സ്ലീപ്പ് സൈക്കിൾ ഫുള്ളി ഡിസ്ട്രപ്റ്റഡായി, മൊത്തത്തിൽ പ്രശ്നമായി. അങ്ങനെ ലാസ്റ്റ് എങ്ങനെയാണെന്നറിയില്ല, പെട്ടെന്ന് 21 ദിവസം അങ്ങ് തീർന്നു കേട്ടോ. ലാസ്റ്റ് ഡേ ആകുന്ന സമയത്ത് ലാസ്റ്റ് ഡേ സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമുക്ക് എക്സാം ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ രാത്രി മൊത്തം നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ എക്സാമിന് കയറണം. രാവിലെ എക്സാം ഉച്ച വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ കയറണം, വീണ്ടും രാത്രി പോസ്റ്റിങ്ങിന് കയറണം. അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചില ദിവസം. അപ്പോഴൊന്നും ഞാനതാ പറയുന്നത്, അപ്പോഴൊന്നും വീഡിയോ എടുക്കാനോ വീഡിയോ ഇടാനോ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഇടാനോ ഇതൊന്നുമില്ല. കാരണം റീനീറ്റ് നടക്കാൻ പോവാണ്, June 21 റീനീറ്റ് നടക്കാൻ പോവാണ്. ബട്ട് സ്റ്റിൽ എനിക്കപ്പം ഒരു വീഡിയോ എടുത്തിടാനുള്ള പോലുള്ള സമയം ഉണ്ടായില്ല. അങ്ങനെ അത് കഴിഞ്ഞു. June 19 എൻ്റെ ഇൻ്റർമൺ പോസ്റ്റിംഗ് കഴിഞ്ഞു. എന്നാൽ ലേബർ റൂം പോസ്റ്റിംഗ് കഴിഞ്ഞു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കൂടി പറ്റിയില്ല. ബിക്കോസ് ഐ വാസ് വെരി ഹാപ്പി. സന്തോഷം കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. 21 ദിവസമായിട്ട് കോളേജിൻ്റെ പുറത്ത് തന്നെ പോയിട്ടുണ്ടായില്ല, കാരണം സമയമില്ല പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് OBG കഴിഞ്ഞ് ഭയങ്കര സന്തോഷം, ഹാപ്പിയായി വീട്ടിലൊക്കെ വന്ന് ഒരു ദിവസം വീട്ടിലൊക്കെ നിന്ന് നല്ലോണം ഫുഡൊക്കെ കഴിച്ച് നല്ലോണം ഉറങ്ങിയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് നെക്സ്റ്റ് പോസ്റ്റിങ്ങിലേക്ക്. പിന്നെ എനിക്കുള്ളത് മൈനർ പോസ്റ്റിംഗ്. അപ്പോൾ മെഡിസിൻ കഴിഞ്ഞു, സർജറി കഴിഞ്ഞു, OBG കഴിഞ്ഞു, പിന്നെ മൈനർ പോസ്റ്റിംഗ് തുടങ്ങി. മൈനർ പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് ഓർത്തോപെഡിക്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ വിഭാഗം, ട്രോമ കേസസ്, ആക്സിഡൻറ്റ് കേസസ്, അങ്ങനെ തലയിൽ നമ്മൾ എല്ല് പൊട്ടിയാൽ ഫ്രാക്ചറൊക്കെ വന്നാൽ കൊണ്ടുവരാം അങ്ങോട്ടാണല്ലോ. അപ്പോൾ അവിടെ ഫുൾ ആശാരിപ്പണി പോലെ ഫുൾ നെയിലൊക്കെ അടിച്ച് അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് എക്സാം ഒന്നും ഉണ്ടായില്ല. സോ നമ്മൾ അത്യാവശ്യം നല്ല ചിൽ പോസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ എന്തൊക്കെയൊക്കെ പഠിച്ചു. നമ്മൾ സാർ വന്നിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിലും എക്സാമിനേഷനൊക്കെ കാണിച്ചു തന്ന് അങ്ങനെ പഠിച്ചു. ഇതൊക്കെ നമ്മൾ സർജറി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിലേക്കാണ് ഓർത്തോപെഡിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. സർജറി എക്സാമിലാണ് ഈ ഓർത്തോപെഡിക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അത് കഴിഞ്ഞ് നേരെ ENTയിലേക്കായി. അപ്പോൾ ഓർത്തോപെഡിക്സ് കഴിഞ്ഞ് ENTയിലേക്ക് പോവുകയാണ്. അപ്പം ENTയിൽ ഡെയിലി നമുക്ക് കേസ് എടുക്കണം, കേസ് പ്രസൻറ്റേഷൻ ഉണ്ടാവും. അതിൽ തന്നെ നമുക്ക് OT, വാർഡ്, OP ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഓരോ യൂണിറ്റിലും 3 ആൾക്കാർ വെച്ചിട്ടുണ്ടാവുക. നമ്മളാകെ 12 സ്റ്റുഡൻസാണ് മൈനർ പോസ്റ്റിങ്ങിന് ഓരോ ഇതിലുണ്ടാവുക. മീൻസ് ഓരോ പോസ്റ്റിങ്ങിനുണ്ടാവും. ഇപ്പോൾ ഓർത്തോയിൽ 12 ആൾക്കാർ, ENTയിൽ 12 ആൾക്കാർ. അതിൽ തന്നെ ENTയിൽ നമ്മൾ ഒരു യൂണിറ്റിൽ 3-4 ആൾക്കാർ വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോസ്റ്റിങ്ങിന് കയറി. ഞാൻ പോസ്റ്റിങ്ങിന് ENT ഫസ്റ്റ് ലൈക്ക് ഫൈൻ പഠിക്കാൻ തുടങ്ങി. കാരണം എക്സാം വരാണ്ട്, ഓഗസ്റ്റിൽ എന്തായാലും നമുക്ക് ഇൻറ്റേർണൽ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെ ENT പഠിക്കാൻ തുടങ്ങി. ENT നല്ലതേനു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് ഒഫ്താൽ പോസ്റ്റിംഗ് ആണ്. ഒഫ്താൽ പോസ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ളൂ, ഒരു 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസ് പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കണം, പിന്നെ എക്സാമിന് വേണ്ടി പഠിക്കണം, ഡെയിലി എക്സാംസ് ഉണ്ട്, അപ്പോൾ അതിനൊക്കെ വേണ്ടി പഠിക്കണം. ഇത് കഴിഞ്ഞ് എനിക്ക് ഡെർമറ്റോളജി പോസ്റ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സൈക്കാട്രി പോസ്റ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 8th സെം കഴിയും. എന്ന് വെച്ചാൽ ഫൈനൽ ഇയറിൻ്റെ പകുതി കഴിയുന്നു. 2 പോസ്റ്റിംഗ് 2 ആഴ്ചയും കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഫൈനൽ ഇയർ ഹാഫായി എൻ്റെ. പിന്നെ ഉള്ളത് നെക്സ്റ്റ് എക്സാം ഉണ്ടാവും, ഇൻറ്റേർണൽ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 9th സെം ആയി. 9th സെം കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ ഇൻറ്റേർണൽസ് ഒക്കെ ആവും, പിന്നെ യൂണിവേഴ്സിറ്റി എക്സാം ആവും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഫസ്റ്റ് ഇയറിൽ ഒരു അഫ്രൻ ഓർമ്മയുണ്ടോ? ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്ന വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കുഞ്ഞു കോളേജിൽ അഡ്മിഷൻ എടുക്കാനൊക്കെ വന്ന അഫ്രൻ ഓർമ്മയുണ്ടോ? ആ വീഡിയോസൊക്കെ കണ്ട അഫ്രനെ. ആ അഫ്ര ഇപ്പോൾ 4th ഇയർ ആയി. എന്ന് വെച്ചാൽ ഫൈനൽ ഇയർ കഴിയാനായിന്ന്, ഹാഫായിന്ന്. അപ്പോൾ എത്ര പെട്ടെന്നല്ലേ കാലം പോണത്. ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രായം എന്നാലോചിക്കുക, എനിക്ക് എത്ര പ്രായം എന്നാലോചിക്കുക, എത്ര പെട്ടെന്ന് ഇതൊക്കെ ആയത്. ഞാനിപ്പോഴും എൻ്റെ ഗാലറി ഒക്കെ തുറക്കുമ്പം ഫസ്റ്റിലുണ്ടായിരുന്ന വീഡിയോ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഇത് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്, എത്ര കാലം എത്തിയെന്നൊക്കെ.
ടൈം ഈസ് വെരി ഫാസ്റ്റ് അല്ലേ, എല്ലാം അതിനിടയ്ക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ എജു പോർട്ടിൽ ഞാൻ ഫൗണ്ടേഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ബയോളജി ഫൗണ്ടേഷൻ ക്ലാസ്സിൻ്റെ ടീച്ചറാണ് ഞാൻ. അപ്പം 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ ഏതെങ്കിലും കുട്ടികളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ മതിയാവും, ഞാൻ നിങ്ങൾക്ക് ബയോളജി എടുക്കുന്ന മിസ്സാണ് എജു പോർട്ടിൽ. അപ്പോൾ അതും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് അവിടെ ചെയ്യുന്നത്. പക്ഷെ അതും പറഞ്ഞാൽ ടൈം കിട്ടുന്നത് കുറച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട് ഇടയ്ക്ക്. ബട്ട് സ്റ്റിൽ ഐ ലവ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ ആ ഒരു എജു പോർട്ടിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ് എടുക്കുന്നത് ഒരു സൈഡുണ്ട്. പിന്നെ എൻ്റെ ഇൻസ്റ്റയും യൂട്യൂബിലും ഇടയ്ക്കിടയ്ക്കൊക്കെ എങ്കിലും വീഡിയോ ഇടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഐ മീൻ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ, പ്ലീസ് ഡു കമൻറ്റ് സംതിങ്. എന്തെങ്കിലും നമുക്ക് എൻഗേജ്മെൻറ്റ് കുറച്ചും കൂടെ കൂട്ടേണ്ട ആവശ്യമുണ്ട്. കാരണം ഇനിയും കുറേ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ടൈം കിട്ടുമ്പോഴൊക്കെ വീഡിയോസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ജസ്റ്റ് എൻ്റെ ഒരു ലൈഫ് അപ്ഡേറ്റ് തന്നേ ഉള്ളൂ. കുറേ കാലമായിട്ട് ആൾക്കാർ പറയേണ്ടത് എൻ്റെ മെഡിക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും പറയുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തേ ഉള്ളൂ. ആൻഡ് ബൈ ബൈ.